വിവേകേ, എന്താടോ? നന്ദിനിയെ വിളിക്കുന്നെ. നമ്മൾ ഇതുവരെ അങ്ങോട്ട് വിളിക്കാത്തത് കൊണ്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കുന്നതാ. ഫോൺ എടുക്കാതിരുന്നാൽ ശരിയാവില്ല. അല്ലെങ്കിൽ അയാൾ ഒറ്റപ്പെട്ടിരിക്കുക. നീ എടുക്ക. ഹലോ ആരതി, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലേ? സൂര്യ സാറിനെ കണ്ടില്ലേ? എന്നിട്ട് എന്താ എന്നൊന്നും വിളിക്കാത്തത്? ഞാനിവിടെ കാത്തിരിക്കാന്ന് അറിഞ്ഞൂടെ? നന്ദിനി, ഞങ്ങൾ സൂര്യയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. പക്ഷെ അവനെ കാണാൻ പത്മ മേഡം ഞങ്ങൾ അനുവദിച്ചില്ല. എന്താ വിവേക് അവര് കാണിക്കുന്നേ? സാറിനെ സ്നേഹിക്കുന്നവരാരും സാറിന്റെ ചുറ്റും വേണ്ടാന്ന് അവര് നിർബന്ധിക്കുവാണോ? ഞങ്ങൾ കുറെ പറഞ്ഞു നോക്കി, പിന്നെയും വാശി കാണിച്ചപ്പോ ഞങ്ങൾ തിരിച്ചു പോന്നു. നന്ദിനി, അവിടുത്തെ ഒരു ഡോക്ടറിന്റെ കൂട്ടുകാരന്റെ ബന്ധുവാ. ഞാൻ അവനെ കൊണ്ട് വിളിപ്പിച്ചിരുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു? സൂര്യക്ക് കാലിന് രണ്ടിനും നല്ല പരിക്കുണ്ട്. പിന്നെന്താ? ശ്വാസകോശത്തിൽ പുക കയറിയതിന്റെ എഫക്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് മാറുമെന്ന് പറഞ്ഞു. സൂര്യ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നാലും ഹോസ്പിറ്റലിന് തുല്യമായ കെയർ തന്നെ വീട്ടിൽ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും എല്ലാ സമയത്തും സൂര്യയുടെ അടുത്ത് തന്നെ ഉണ്ടാവണമെന്നോ? ഞാൻ സാറിന്റെ അടുത്തുനിന്ന് മാറില്ല വിവേക്, ഒരിക്കലും മാറില്ല. എനിക്കെങ്ങനെയാ സാറിന്റെ അടുത്തുനിന്ന് മാറാൻ പറ്റുക? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നീ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ പത്മ മാഡത്തിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം കാണുമ്പോ നിന്നെ അവരതിന് സമ്മതിക്കുന്നാണോ? എന്താ സമ്മതിക്കാൻ ബുദ്ധിമുട്ട്? അങ്ങനെ പറഞ്ഞെന്നെ വിലക്കാനൊന്നും ആർക്കും പറ്റില്ല. എന്റെ ഭർത്താവാ. എന്റെ ഭർത്താവിന് അസുഖം വന്നാൽ കൂടെ ഇരുന്ന് പരിചരിക്കേണ്ടത് ഞാനാ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കി വിട്ടത് ഞാൻ ക്ഷമിച്ചു. പക്ഷെ സൂര്യ സാറിന്റെ അടുത്തിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാ അതെനിക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല. യതീന്ദ്ര സാർ പോയോ? ആ, കുറച്ചു മുൻപേ ഇറങ്ങി. നന്ദിനി, നീ സൂക്ഷിക്കണം. ഇത്രയും നാൾ നിന്നോടെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് യതീന്ദ്ര സാറും സൂര്യയാണ്. യതീന്ദ്ര സാർ അവിടെ ഇല്ലാത്ത അവസരത്തില് അവരത് മുതലെടുക്കും. അവരെന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ വിവേകെ, ഞാനും വിട്ടുകൊടുക്കില്ല. സൂര്യ സാറിന് അടുത്തിരുന്ന് സൂര്യ സാറിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എന്ത് ബഹളം വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കും. വിവേക് ഫോൺ വെച്ചു. അവളും വാശി തന്നെയാ. എല്ലാം കൂടി എന്താ സംഭവിക്കാന്ന് അറിയില്ല. എന്തെങ്കിലും ഒരിക്കല് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിന്റെ സമയം ഇതാണെങ്കിൽ നടക്കട്ടെ.